പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മുക്കത്ത് വാഹനം തടഞ്ഞു നിർത്തി ഗെയിൽ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 21 പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോഴിക്കോട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് ലീന റഷീദിന്റെ നിരീക്ഷണം. 2017 നവംബറിലാണ് ഈ സംഭവം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അങ്ങനെ തന്നെയാണോ, അതോ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ ഇവരെ വെറുതെ വിടാനുള്ള ജഡ്ജിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ? സ്മിത, 2017 നവംബർ 1 രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഗെയിലിനെതിരെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എരഞ്ഞിമാവിൽ നടന്നിരുന്നു. ഈ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഗെയിലിന്റെ ഒരു വാഹനം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ വാഹനം തല്ലി തകർക്കാൻ ശ്രമിച്ചുവെന്നും വാഹനത്തിലുണ്ടായിരുന്ന അഷ്റഫ് എന്ന ഗെയിൽ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ഈ പ്രതികൾക്കെതിരായ കേസ്. മുക്കം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 21 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇവർ 21 ദിവസത്തോളം ജയിലിൽ പോകുകയും ചെയ്തിരുന്നു. പിന്നാലെ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് വിധി പ്രസ്താവിക്കാനായി കോടതി കേസ് വീണ്ടും പരിഗണിച്ചത്. എന്നാൽ 21 പേരെയും വെറുതെ വിടുന്ന സാഹചര്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോടതി ഇതിൽ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം, ഈ പ്രതികൾക്ക് മേൽ കുറ്റം തെളിയിക്കുന്ന യാതൊരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. തെളിവുകൾ ഇല്ലാത്തതിനാൽ 21 പേരെയും വെറുതെ വിടുന്നു എന്നായിരുന്നു കോഴിക്കോട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജായ ലീന റഷീദിന്റെ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. എന്താണെങ്കിലും 7 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവർ ഈ കേസിൽ നിന്നും മുക്തരാകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ചെയ്യാത്ത കുറ്റത്തിന് 21 പേരും ഏതാണ്ട് 21 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഇവർ അനുഭവിക്കുകയും ചെയ്തു. സ്മിത, ശരി, കോഴിക്കോട് മുക്കത്ത് ഗെയിൽ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ 21 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. 2017 ഈ സംഭവം നടന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.